ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ഫ്രൈ പാനിൽ പെർഫെക്റ്റ് ആയിട്ട് പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം തന്നെ നിങ്ങളെ നമ്മുടെ ക്യാച്ച് ക്ലോ പൂവിട്ടത് കാണിക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇത് ചീഞ്ഞ് മഴയൊക്കെ പെയ്തിട്ട് വാടി നിറയെ പൂവുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിരുന്നിട്ട് അത് വിരിഞ്ഞ് അന്ന് തന്നെ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ പുറത്ത് പോയിരുന്നു. ഷോർട്ട് വീഡിയോ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ എനിക്ക് ഭയങ്കര മഴ, അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മഴയത്തും ക്യാച്ച് ക്ലോനെ കാണാൻ. അപ്പൊ ഇത് ഈ വർഷം പൂവിടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ പൂവിടൊന്നും കാണാഞ്ഞപ്പോൾ ഇനി അടുത്ത വർഷം ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇത് നിറയെ മുട്ടൊക്കെ വന്ന് നിറയെ പൂവായത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനിത് വെച്ചിട്ടിപ്പോൾ 3 വർഷമായി. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഒരു ചെറിയ കമ്പ് അവർ കുത്തി ഇങ്ങനെ പിടിപ്പിച്ച് വരണുള്ളൂ, അത് വാങ്ങിയതാണ്. പെട്ടെന്ന് വളരും കേട്ടോ, നല്ല ഗ്രോത്താണ് ഇതിന്. നമ്മളെ വീട്ടിൻ്റെ മേലൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു, ഞാനതൊക്കെ കട്ട് ചെയ്തിട്ടതാണ്. ഷിംഗിൾസ് ആണ്, അപ്പോൾ അതിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കംപ്ലൈൻ്റ് ആവുമോ വിചാരിച്ചിട്ട് ഈ കാർപോർച്ചിൽ മാത്രമായിട്ട് നല്ല ലെവലാക്കി കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയാവുമല്ലോ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല, മഴ പെയ്തിട്ട് ഇനി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ട് എല്ലായിടത്തും ഇത് ഫ്ലവർ ചെയ്തപ്പം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും. ഇത്രയധികം ഫ്ലവർ ഇനിയിപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണത് നിറയെ പൂക്കളൊക്കെ തന്നത്. ഇതിനെ ക്യാറ്റ്സ് ക്ലോ എന്ന് വിളിക്കണത് ഇത് കണ്ട, അതിൻ്റെ പൂച്ചൻ്റെ കാലുകൾ പോലെയാണ് കേട്ടോ അതിൻ്റെ കാല്. പിന്നെ നമ്മളെ കയ്യിൽ മേലൊക്കെ ഇതിങ്ങനെ അള്ളി പിടിക്കും കണ്ട ഇത്. അപ്പോൾ അതാണ് ഇതിനെ ക്യാറ്റ്സ് ക്ലോ എന്ന് വിളിക്കണത്. കിച്ചണിലെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ്, ഒക്കെ റെഡിയാക്കി ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ പുറത്തെ വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ, ടെൻഷനൊന്നുമില്ല, ഫ്രീ ആയിട്ട് എല്ലാ കാര്യവും ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരവി വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. 2, 3, 4 ദിവസത്തേക്കുള്ള തേങ്ങ, ഒരു 2, 3 തേങ്ങ ചിരവി വെച്ചാൽ തന്നെ കുറച്ച് ദിവസത്തിന് ഉണ്ടാവുമല്ലോ. പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിനുള്ള ചേന, മുരിങ്ങക്കായ, ബീൻസ്, പച്ചക്കായ, ക്യാരറ്റ് എല്ലാം ഈ ഒരു ബോക്സിൽ തന്നെ കട്ട് ചെയ്ത് വെക്കട്ടെ എല്ലതും. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സൊക്കെ വാങ്ങിയാൽ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് 2, 3, 4 ഐറ്റമൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ആമസോണിന്നോ മീഷോയിൽനിന്നോ വാങ്ങിയതാണ്. 1 വർഷം ആയി തോന്നുന്നു ഞാൻ അത് വാങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസിയാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടിച്ചത്, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെച്ചാൽ രാവിലെ കിച്ചണിലേക്ക് ടെൻഷനൊന്നുമില്ലാതെ വേഗം വന്നിട്ട് കുക്കിംഗ് ഒക്കെ നമുക്ക് പിന്നെ ഈസിയാവും. പിന്നെ ബാക്കി ക്ലീനിങ്ങും പരിപാടികളും നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് അത് പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി എന്ന് പറയുമ്പോൾ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പൊന്നാങ്കണ്ണിയിൽ പാടത്ത് വെള്ളത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു 2 ഐറ്റം ഉണ്ടല്ലോ. പാടത്തുണ്ടാവുന്ന വെള്ളത്തിൽ മഴക്കാലത്ത് വളരുന്ന ഒരു ഐറ്റം പൊന്നാങ്കണ്ണി ഉണ്ട്. ഇത് ഫിറോസ് ചുട്ടിപ്പാറിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ പൊന്നാങ്കണ്ണിയാണ്. അപ്പോൾ ഇത് വേഗം വളരും കേട്ടോ. അതിൻ്റെ ആ തലപ്പ് ഒരു 2, 3, 4 കഷ്ണം നമുക്ക് കിട്ടിയാൽ അത് പിന്നെ ഇങ്ങനെ മുറിച്ച് കുത്തി കൊടുത്താൽ മതി. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലോണം മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് പിന്നെ ഇത് വേഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ വളരും. അപ്പോൾ അതിൻ്റെ ആ തലപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ വീണ്ടും ഇങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ ഇത് വളർത്താൻ ഈസിയാണ് കേട്ടോ. പിന്നെ നമ്മളിതുപോലുള്ള ചീരവർഗ്ഗങ്ങൾ തന്നെ ഉണ്ടല്ലോ, ചീരൻ്റെ പല വെറൈറ്റിയും ഉണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ വിഷമൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കഴിക്കാം. ഫ്രഷായിട്ട് നമ്മൾ പൊട്ടിച്ച് അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പണികളൊക്കെ വേഗത്തിൽ ചെയ്ത് തീർക്കാൻ കുറച്ച് നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. നേരത്തെ എണീറ്റാൽ നമ്മൾ വേഗം പണികളൊക്കെ നമുക്ക് വേഗം തന്നെ തീർക്കുക. പിന്നെ അതേപോലെ കുറേ കാര്യങ്ങൾ തലേന്ന് ചെയ്ത് വെക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ മീറ്റോ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ തലേന്ന് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചാൽ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടെ കുക്ക് ചെയ്യാൻ നിന്നാൽ കുക്കിംഗ് നമുക്ക് ആസ്വദിച്ച് ചെയ്യാം, എളുപ്പത്തിൽ തീർക്കും ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പണികൾ നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും.
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ലഞ്ചും റെഡിയാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ തീരും. എനിക്കിപ്പോൾ സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ച് റെഡിയാക്കണം. ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള കാരണം ലഞ്ച് അധിക ദിവസം ഉണ്ടാക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും വയ്യാത്തതോ അല്ലെങ്കിൽ ചില ദിവസം മടിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ മനുഷ്യന്മാരല്ലേ, മടിയുള്ള ദിവസമോ വയ്യാത്ത ദിവസമോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഫുഡ് കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സാവധാനം എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കില്ല ചെയ്യുക. അപ്പോൾ അവിയൽ റെഡിയായി. പിന്നെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിയലും രസമൊക്കെ ഉണ്ടെങ്കിൽ നിച്ചുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേറൊന്നും വേണമെന്നില്ല. പിന്നെ മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയില്ല കേട്ടോ. അത് അങ്ങോട്ട് തന്നെ വെച്ച് തിരൂർ പോകാനുണ്ട്. മഴ വരുന്നതിന് മുന്നേ നമ്മൾ കാപ്സിക്കോൻ്റെ ചാമ്പക്കേൻ്റെ ഒക്കെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങും വേണം. അപ്പോൾ വേഗം പണികൾ തീർത്തതാണ്. ചീര ഞാൻ ചെറിയ ഉള്ളി താളിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റും ഓരോ രീതിയൊക്കെ ആവുമല്ലോ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഒക്കെ ഒതുക്കിയിട്ടിട്ടും തേങ്ങ ചെരുവിട്ടിട്ടും കടുക് വറുത്തിട്ടൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ട് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എനിക്കും നിച്ചുവിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചപ്പാത്തിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അത് അധിക ദിവസം നമ്മളെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ, ചപ്പാത്തി സാമ്പാർ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഞാൻ മൾബറി വെച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയിരുന്നു, അതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ കാരണം നമ്മളെ കമൻറ്റിൽ ഒരു വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫൗസിയ അബ്ദുള്ള എന്നുള്ള ഐഡിയിൽ നിന്നാണ് ചോദിച്ചത്, മൾബറി വെച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയാലും ജ്യൂസ് ഉണ്ടാക്കിയാലൊക്കെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത് കേട്ടോ. ആ കമൻറ്റ് കണ്ട കാരണം ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മൾബറിക്ക് പുളിയും മധുരവും ഒന്നുമില്ല, പക്ഷെ നമ്മൾ പാലും ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റും കാണാൻ നല്ല അടിപൊളി ലുക്കും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാലൊന്നും ചേർക്കാതെ ജ്യൂസ് ഉണ്ടാക്കി നോക്കണം. ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും പിന്നെ ഒരു സ്മൈലി ആയിട്ടെങ്കിലും ഒരു കമൻറ്റും. ഇപ്പം നമുക്ക് കുറച്ച് ചാമ്പക്ക പൊട്ടിക്കാം. നല്ല റെഡ് കളറിൽ അടിപൊളിയായിരുന്നു. കൊട്ട നിറയെ ചാമ്പക്ക കിട്ടിയത്. നല്ല രസമാണ് കേട്ടോ. നല്ല മുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. ആ നിച്ചോന് ഇനി കുറേ ദിവസം ചാമ്പക്ക ഉപ്പിലിട്ടത് കേകിയിട്ടില്ല. മഴ പെയ്തല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ അത് ഈ ബാസ്ക്കറ്റിൽ ഇരിക്കണ കാണാൻ. ചാമ്പൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അതൊക്കെ മാറ്റുക, നല്ലോണം കഴുകിയിട്ട് മാറ്റുക. പിന്നെ പുഴുവൊക്കെ ഉണ്ടാവുമെന്ന് നോക്കുക. മഴ പെയ്തതല്ല, അപ്പോൾ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പുഴുവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ സീഡ്സ് ഉണ്ടാവലില്ല, അതെന്താ അറിയില്ല. ഞാനിത് കുരു മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. കോഴിക്കോട് ഒരു പ്രാവശ്യം നല്ല വലിയ ചാമ്പ വാങ്ങിയിരുന്നു. അപ്പോൾ നല്ല വലിയ ചാമ്പൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അത് ചെറുതായിരിക്കണം. പിന്നെ ചാമ്പക്ക ഉപ്പിലിട്ടതും ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അത് അപ്ലോഡ് ആക്കിയിട്ടില്ല. പിന്നെ നമുക്ക് തിരൂർ പോകാനുണ്ടായിരുന്നു, സ്കൂളൊക്കെ തുറക്കാനായില്ലേ. അപ്പോൾ നിച്ചുവിന് നോട്ട് ബുക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനും പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തിരൂർ പോവാണ്. തിരൂരുള്ള ഫ്രഷ് ഡേയിലാണ് കേട്ടോ നമ്മൾ ബുക്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. അവിടെ നല്ല അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ എല്ലാത്തിലും. സ്കൂൾ ആക്സസറീസ്, കുട്ടികൾക്ക് ആവശ്യമുള്ള ബാഗ്, ബുക്ക്, സ്കൂൾ ഷൂ, പിന്നെ എന്താണ് ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും കേട്ടോ. പെൻസിൽ അങ്ങനെ ആവശ്യമുള്ള എല്ലാ ആക്സസറീസും ഉണ്ട്. നല്ല ഓഫറാണ് കേട്ടോ. നല്ല 50% ഓഫറൊക്കെ വരുന്നുണ്ട്. ബാഗിലൊക്കെ നല്ല ബ്രാൻഡഡ് ബാഗിനൊക്കെ തന്നെ 50% ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവിടെ പോയപ്പോഴാണ് ഈ ഓഫർ കണ്ടത്. അപ്പോൾ പിന്നെ നിച്ചുവിന് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അവളെയും കൊണ്ട് പോയിട്ട് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവളെയും കൊണ്ട് പോയിട്ട് തന്നെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതാ ഇത് നല്ല കോംബോ ഓഫറാണ് കേട്ടോ. നല്ല അടിപൊളി ഓഫറാണ്. 1214-ൻ്റെത് 739 രൂപ ആണ് കേട്ടോ ഓഫർ പ്രൈസ്. അതിലും കുറച്ചിട്ട് 600 സംതിങ്ങിനാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ വരുന്ന
ഒരു സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഓഫറാണ്. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കളേഴ്സിലും പിന്നെ സ്റ്റീലിൻ്റെ ആണെങ്കിലും അങ്ങനെയും അങ്ങനെ എല്ലാ മോഡലിലും ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജ് ബോട്ടിൽസ്, നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കാൻ പറ്റിയ നല്ല ബോട്ടിലുകളാണ്. ഇതിനൊക്കെ 55 രൂപേൻ്റെത് 28 രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ്. പിന്നെ VKCൻ്റെ സ്കൂൾ ഷൂസ് അതിലും നല്ല ഓഫറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ 219ൻ്റെത് ഇവരെ ഓഫർ പ്രൈസ് വരുന്നത് 179 രൂപ. അങ്ങനെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. സ്കൂൾ ഷൂലാണെങ്കിലും നോട്ട്ബുക്സിനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് കേട്ടോ. ക്ലാസ്മേറ്റിൻ്റെ 110 രൂപേൻ്റെത് 86 രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത്. അതേപോലെ അർബൻ എഡ്ജിൻ്റെ നോട്ട്ബുക്സിന് 35 രൂപേൻ്റെത് 27 രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത്. പിന്നെ എല്ലാത്തിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാനെല്ലാം അങ്ങനെ നോക്കി വെച്ചിരുന്ന് പക്ഷേ ഓർമ്മയില്ല. പിന്നെ അതേപോലെ വാട്ടർ ബോട്ടിൽ ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയത്. സെർവലിൻ്റെ പിന്നെ മിൽട്ടൻ്റെ ഒക്കെ നല്ല അടിപൊളി ബോട്ടിൽസൊക്കെ ഓൺലൈനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും റേറ്റ് കുറവായിട്ടാണ് അവിടെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച്. പിന്നെ ക്രോക്കറിൻ്റെ ആ ഒരു സെക്ഷനിൽ നല്ല അടിപൊളി സെർവിങ് ബോളൊക്കെ ഉണ്ട്. ഗോൾഡനും വൈറ്റും വരണ നല്ല റോയൽ ലുക്ക് തരുന്ന അടിപൊളി സെർവിങ് ബോള്. നല്ല രസമുണ്ട് ആ വൈറ്റും ഗോൾഡും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ. അതേപോലെ ബ്ലാക്കും ഗോൾഡും കൂടെ കോമ്പിനേഷനിലെ സെർവിങ് ബൗളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ടീ ഷുഗർ കോഫി എന്ന് എഴുതിയിട്ടുള്ള സെറ്റ് ഉണ്ടല്ലോ, വുഡിൻ്റെ സ്റ്റാൻഡും വുഡിൻ്റെ ലിഡൊക്കെ വരുന്ന സെറാമിക്കിൻ്റെ പോട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊക്കെ കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനത്തെ ഒക്കെ കാണാനും എനിക്കിഷ്ടമാണ്, വാങ്ങി ഇങ്ങനെ സെറ്റ് ചെയ്യാനും ഇഷ്ടമാണ്. നമ്മൾ പെണ്ണുങ്ങൾ പാത്രങ്ങളാണെങ്കിലും അതേപോലെ ഡ്രസ്സൊക്കെ എത്ര കണ്ടാലും പിന്നെ വാങ്ങിയാലും ഒക്കെ പിന്നെയും അത് കാണുമ്പോൾ ഒന്നും കൂടെ നോക്കും. അപ്പോൾ വൈറ്റിൽ ബ്ലാക്കിലൊക്കെ പ്ലേറ്റ് മഗ്ഗൊക്കെ നല്ല രസമാണല്ലേ. എപ്പോഴാണെങ്കിലും അതൊരു പുതുമയോടെ നിൽക്കും ചെയ്യും. എത്ര കാലം കഴിഞ്ഞാലും നല്ല നീറ്റായിട്ട് നിൽക്കും. ഇൻഡോറിൽ ചെടികളൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്നാൽ ചെടികൾ എത്ര വെച്ചാലും അത് ശരിയാവണില്ല എന്നൊക്കെ പറയണവരുണ്ടല്ലോ, ചീഞ്ഞു പോയി കേടായി പോയി എന്നൊക്കെ. അവർക്ക് പറ്റിയതാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, സാൻസവേരിയൻ്റെ ഒരു കുഞ്ഞ് പ്ലാന്റ്. അത് ഇവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി. നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ ഫ്രൈയിങ് പാനിൽ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിസ്സ ഉണ്ടാക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും പകുതി വിലക്ക് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ പിസ്സ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര, 2 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈസ്റ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവ് കുഴക്കാൻ എടുക്കുന്ന പാത്രത്തിൽ തന്നെ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചാൽ മതി. 250 ml കപ്പിൽ 2 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുത്തിട്ട് മാവ് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ 1/2 കപ്പ് വെള്ളമല്ലേ ചേർത്ത് കൊടുത്തത്, ഈസ്റ്റ് പൊങ്ങാൻ വെച്ച ആ വെള്ളമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പത്തിമാവിനേക്കാൾ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, ഹാർഡ് ആവാൻ പാടില്ല. ഇനി ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ആ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാവിന് മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് അടച്ച് കൊടുത്താലും മതി. എന്നിട്ടൊരു 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കുക. 250 ഗ്രാം ചിക്കനാണ് കേട്ടോ. ബ്രസ്റ്റ് പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഇതിലേക്കൊരു 3 ടീസ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആവും കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തതിന്. പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. 3/4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം.
അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്കാക്കി എടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ പിസ്സ ബേസിനുള്ള മാവ് 2 മണിക്കൂറാണ് ഞാൻ മാറ്റി വെച്ചത്, റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും. ഇപ്പോൾ ഇത് നമുക്ക് 2 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മാവ് 2 ഭാഗങ്ങളാക്കി മാറ്റി വെക്കാം. നിങ്ങളിപ്പോൾ 1 പിസ്സയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻ്റ് എല്ലാം പകുതി അളവിലെടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, സവോളയാണ് കട്ട് ചെയ്തെടുത്തത്. ക്യാപ്സിക്കൊക്കെ ഒരു കളറിലുള്ളത് ഗ്രീൻ മാത്രമായാലും മതി, നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്താലും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള പിസ്സയാണ്. ഇനി നമുക്ക് പിസ്സേൻ്റെ ഡോ ഒന്ന് പാനിൽ വെച്ചിട്ട് കൈകൊണ്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ഷേപ്പാക്കി പരത്തി കൊടുക്കാം. കുറച്ച് തിന്നായിട്ടാണ് കേട്ടോ ഞാൻ പരത്തി കൊടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക. പിസ്സ സോസ് വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളത്. നമ്മൾ വാങ്ങുന്നതിലും ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്, ഈസിയാണ്. ഇപ്പോൾ ചെറിയൊരു മടിയായപ്പം പിസ്സ സോസ് വാങ്ങിച്ചതാണ്. അപ്പോൾ മടിയുള്ളവർക്ക് പിസ്സ സോസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ സ്ലൈസ്ഡ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ടൈമിലൊക്കെ പിസ്സ ഉണ്ടാക്കുമ്പോൾ മൊസറല്ല ചീസൊക്കെ വെച്ചിട്ട് ഫില്ലാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ സ്ലൈസ്ഡ് ചീസ് മാത്രമാക്കിയിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കനും വെജിറ്റബിൾസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഒറിഗാനോയും കൂടെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ചീസും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചീസും ചിക്കനും വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ അടിപൊളി പിസ്സ ഉണ്ടാക്കട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ, അത്ര വലിയ പണിയുമില്ല, വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. എല്ലാവരും വീട്ടിലും ഇപ്പോൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചീസാണെങ്കിലും കുട്ടികൾക്ക് ബ്രെഡിലൊക്കെ സ്ലൈസ്ഡ് ചീസൊക്കെ കുട്ടികൾക്ക് ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചിക്കൻ പിസ്സ വീട്ടിലുണ്ടാക്കാം. പിന്നെ ആ പാനിൻ്റെ മൂടി ഒന്ന് ഞാനൊന്ന് അതിൻ്റെ ഹോളുണ്ടല്ലോ അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഒലിവും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഒലിവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒലിവൊന്നും ഇട്ട് കൊടുക്കാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ബ്ലാക്ക് ഒലിവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ ഒലിവാണുള്ളത്, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഒരു പാനിൻ്റെ താഴെ ഞാൻ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, തട്ട് വെച്ച് കൊടുക്കാതെയും വെച്ചിട്ടുണ്ട്. രണ്ടാണെങ്കിലും കുഴപ്പമില്ല, ഫ്ലെയിം ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ പിസ്സ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഹാർഡാവാതെ ശ്രദ്ധിക്കണം കേട്ടോ, ഓവർ കുക്കാക്കണ്ട. നല്ല അടിപൊളി പിസ്സ പാനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം റെഡി ആയത് നമ്മൾ തട്ട് വെക്കാതെ വെച്ച പിസ്സയാണ്. പിന്നെ കുറച്ച് ടൈമും കൂടെ ഒരു 10-12 മിനിറ്റ് എടുത്ത് തട്ട് വെച്ചിട്ട് നമ്മൾ വെച്ച പിസ്സ. അപ്പോൾ 2 പിസ്സ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് ഓവർ കുക്കാവാതെ അത് നോക്കിയിട്ട് വേഗം എടുത്താലും മതി. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള പിസ്സ നമുക്ക് ഫ്രൈ പാനിലും ഉണ്ടാക്കാം. പിന്നെ എൻ്റെ അടുത്ത് പിസ്സ കട്ടറൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. പിന്നെ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഓവൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇനി പിസ്സ ഉണ്ടാക്കാൻ മടിക്കണ്ട. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഓവൻ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റിലും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ പിസ്സ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.